MSC കമ്പനിക്ക് വിഴിഞ്ഞത്തെ ഓഹരികൾ കൈമാറുന്നതിന് മുൻപ് ആസൂത്രിത നീക്കം നടന്നുവെന്ന സംശയം. തുറമുഖത്തെത്തിയ 1000 കപ്പലുകളിൽ മറ്റ് കമ്പനികളുടെ കപ്പലുകൾ തീരെയില്ല. ഒരു ലോഡ് ചരക്ക് പോലും റോഡ് വഴി പുറത്തേക്ക് പോയില്ല. 843 കോടി രൂപയാണ് അദാനി കമ്പനിക്ക് ഇതുവരെ കിട്ടിയത്. എന്നാൽ സംസ്ഥാനത്തിന് ഇതുവരെ പണമൊന്നും ലഭിച്ചിട്ടുമില്ല. TV പ്രസാദ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രസാദ്, പ്രതിപക്ഷത്തിന്റെ വലിയ ആരോപണമുണ്ട്, ഇതിനു പിന്നിൽ ഒരു ഡീലുണ്ട്, ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ. അതുമായി ബന്ധപ്പെട്ട് ആധികാരികമായി ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതൊരു വലിയ വിവാദമാണ്, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലിപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് നമ്മൾ ഉറ്റുനോക്കുകയാണ്. പക്ഷെ അപ്പോഴും റിപ്പോർട്ടറിലൂടെ നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഓഹരികൾ കൈമാറുന്നതിന് മുൻപ് ആസൂത്രിതമായ ഒരു നീക്കം നടന്നിട്ടുണ്ട് എന്നുള്ളതിന് സംശയമാണ്. എങ്ങനെയാണ് പ്രസാദ് നമ്മൾ അതിനെ വിശദീകരിക്കുന്നത്? റോഷ്നി, വിഴിഞ്ഞത്ത് നടക്കുന്നത് ദുരൂഹമായ കാര്യങ്ങളാണ് എന്ന കാര്യത്തും ഇതിനകം തന്നെ തർക്കമില്ലാത്ത വിഷയം തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ വി.ഡി. സതീശൻ സർക്കാർ അധികാരം ഏറ്റെടുത്ത് 1.5 മാസം പൂർത്തിയാകുന്നതിന് മുമ്പാണ് ഇങ്ങനൊരു വാർത്ത പുറത്തേക്ക് വരുന്നത്. 49% അദാനി പോർട്സിന്റെ ഓഹരി MSCക്ക് കൈമാറി എന്നുള്ളത്. സർക്കാരിൽ നിന്ന് ഒരനുമതിയും തേടാതെയായിരുന്നു അദാനി പോർട്ട് ഈ നീക്കം നടത്തിയത്. അങ്ങനെ പിന്നീട് ഇതിൽ മുഖ്യമന്ത്രി പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു, കത്തയക്കുന്നത് കണ്ടു, വാർത്താക്കുറിപ്പ് ഇറക്കുന്നത് കണ്ടു. പക്ഷേ ഇതെല്ലാം വലിയ വിമർശനങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ്. മാത്രവുമല്ല, ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു. ദീപാദാസ് മുൻഷി തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയോട് ഇതിനകത്ത് ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസ് നേതൃത്വം, ദേശീയ നേതൃത്വം ഒരു കാരണവശാലും അദാനിയുടെ ഇത്തരം ഏർപ്പാടുകളോട് യോജിച്ചു പോകാൻ കഴിയുന്നവരല്ല. പരസ്യമായ വിമർശനം എപ്പോഴും അദാനിക്കെതിരെ ഉയർത്തുന്നവരുമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ വിഴിഞ്ഞം പദ്ധതി MSCക്ക് വേണ്ടി തുറന്നിടുന്നതിന് വേണ്ടി കോടികൾ കൈക്കലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം അദാനി പോർട്സ് നടത്തുകയും ചെയ്തത്. ആ സമയത്ത് പിന്നീട് പ്രതിപക്ഷം ഈ വിഷയം പൂർണ്ണമായി ഏറ്റെടുക്കുകയായിരുന്നു. പ്രതിപക്ഷം പറയുന്നത് ദുരൂഹമായ ഒരുപാട് ഇടപാടുകൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം മുഖ്യമന്ത്രിയുടെ വകുപ്പുകളാണ്. മുഖ്യമന്ത്രി ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള വകുപ്പുകളാണ് ഇത്തവണ കൈകാര്യം ചെയ്യുന്നത്. അതിൽ ധനവകുപ്പുണ്ട്. രത്തൻ ഖേൽക്കറാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്നതാണ്. രത്തൻ ഖേൽക്കർ നേരത്തെ GST കമ്മീഷണറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം അറിയുന്ന ആളുകളെ കുത്തിനിറച്ചതിൻ്റെ പിന്നിലും ഒരു ദുരൂഹതയുണ്ട്. ഇത് മുൻകൂട്ടിയുള്ള ആസൂത്രണമാണ്. ഇവിടെ വന്ന കപ്പലുകളിൽ ബഹുഭൂരിപക്ഷം എന്നല്ല, ഏതാണ്ട് പൂർണ്ണമായും വന്നിരിക്കുന്നതെല്ലാം MSCയുടെ കപ്പലുകളാണ് സംസ്ഥാനത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ MSCക്ക് വേണ്ടി ഒരു തട്ടൊരുക്കുക, ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കുക ആയിരുന്നോ നേരത്തെ തന്നെ അദാനി ഇവിടെ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അതിനിടയിലാണ് ദിവ്യ എസ് അയ്യരെ ഭരണം വന്ന് അധികം വൈകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്നത്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കി വിഴിഞ്ഞത്തെ എടുക്കുകയും ചെയ്യുന്നു. റോഷ്നി, പ്രസാദ്, ഇത് കേരളം ചർച്ച ചെയ്യുന്ന വലിയൊരു വിവാദ വിഷയമാണ്. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രിക്ക് മൗനമാണല്ലേ? അത് തന്നെയാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും. അന്ന് നിയമസഭയിൽ പറഞ്ഞതൊഴിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷം ഇറക്കിയ ഒരു വാർത്താക്കുറിപ്പ് അല്ലാതെ ഒരക്ഷരം മുഖ്യമന്ത്രി ഇതിൽ മിണ്ടിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ മുമ്പ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന വി.ഡി. സതീശൻ ഒരു ദിവസം 3-4 തവണ മാധ്യമങ്ങളെ കണ്ട വി.ഡി. സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണേണ്ട എന്നുള്ളതാണ്. നമുക്ക് ഓർമ്മയുണ്ട്, മുമ്പ് 12-13 തവണ വി.ഡി. സതീശന്റെ മുന്നിൽ പോയിട്ടും ഒരക്ഷരം മിണ്ടാതിരുന്ന വി.ഡി. സതീശൻ ഇനി അവിടുന്ന് അങ്ങോട്ടേക്ക് മാധ്യമങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നു അത് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നത് പിന്നീടാണ്. ഇപ്പോഴിതാ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ വകുപ്പിനെ കുറിച്ച്, മുഖ്യമന്ത്രിയുടെ വകുപ്പിലുണ്ടായ ഗുരുതര വീഴ്ചയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് റോഷ്നി.